കർഷകരില്ലാത്ത കേരളം പദ്ധതിക്ക് UP അധ്യക്ഷ സോണിയാഗാന്ധി തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ചു. പദ്ധതി രാജ്യത്തിന് മാതൃകയാണെന്ന് സോണിയാഗാന്ധി പറഞ്ഞു. ഭൂമി വിതരണത്തിനൊപ്പം സൌജന്യമായി വീട് വെച്ച് നൽകുന്ന കാര്യം സർക്കാർ പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഭൂരഹിതർക്ക് 3 സെന്റ് വീതം സൌജന്യമായി നൽകുന്ന പദ്ധതിക്കാണ് സോണിയാഗാന്ധി തുടക്കം കുറിച്ചത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 6 ജില്ലകളിലെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് ആദ്യഘട്ടത്തിൽ പട്ടയം നൽകുക. That by 2015, it will fulfill the goal of making Kerala a zero-bandwidth state, creating another successful model for other states to implement. ഉദ്ഘാടന വേദിയിൽ വെച്ച് പട്ടയം ലഭിച്ച 6 പേർക്ക് സർക്കാർ വീട് വെച്ച് നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഭൂമി ലഭിക്കുന്ന എല്ലാവർക്കും വീട് വെച്ച് നൽകണമെന്ന സോണിയാഗാന്ധിയുടെ നിർദ്ദേശം നടപ്പാക്കാൻ സർക്കാർ ശ്രമിക്കും. ആക്കുളത്ത് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലെ ഇന്നോവേഷൻ സെന്ററിന്റെ ഉദ്ഘാടനവും സോണിയാഗാന്ധി നിർവഹിച്ചു. 100 കോടി ചെലവ് പ്രതീക്ഷിക്കുന്നതാണ് പദ്ധതി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.